to my video lecture on signals and system. Today we are going to discuss Fourier series representation of signals. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോറിയർ സീരീസിനെ കുറിച്ചൊരു ബേസിക്സ് പറഞ്ഞായിരുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം. ഫോറിയർ സീരീസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസിക്കലി സിഗ്നൽസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിഗ്നൽസിൻ്റെ റെപ്രസെൻറ്റേഷൻ നമ്മൾ നോർമലി രണ്ട് ഡൊമൈനിലുണ്ട്. ടൈം ഡൊമൈൻ ആൻഡ് ഫ്രീക്വൻസി ഡൊമൈൻ. ടൈം ഡൊമൈൻ ആൻഡ് ഫ്രീക്വൻസി ഡൊമൈൻ. അപ്പം ഈ ടൈം ഡൊമൈനിലുള്ള സിഗ്നലിനെ ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് കൺവേർട്ട് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഫോറിയർ സീരീസ്. ഫോറിയർ സീരീസ് ആയാലും ഫോറിയർ ട്രാൻസ്ഫോം ആയാലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ടൈം ഡൊമൈനിലുള്ള സിഗ്നലിനെ ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി സീരീസ് എവിടെ യൂസ് ചെയ്യുന്നു, ഫോറിയർ ട്രാൻസ്ഫോം എവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ പറയും. അതിനു മുമ്പ് ടൈം ഡൊമൈൻ സിഗ്നൽ എന്താണെന്ന് നോക്കാം. സിഗ്നലിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രണ്ട് ആക്സിസിലാണ് നമ്മൾ സിഗ്നലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. എക്സ് ആക്സിസ് ടൈമും വൈ ആക്സിസ് ആംപ്ലിറ്റ്യൂഡ് അങ്ങനെ എന്തെങ്കിലും പാരാമീറ്റർ ആണെങ്കിൽ ഇങ്ങനെയുള്ള സിഗ്നലിനെ നമ്മൾ എന്തെന്ന് പറയും, ടൈം ഡൊമൈൻ സിഗ്നൽ എന്ന് പറയും. ടൈം ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡൊമൈൻ വാല്യൂ അല്ലെങ്കിൽ എക്സ് ആക്സിസ് വാല്യൂ എന്ന് പറയുന്നത് ടൈം ആയിരിക്കും. ഇതിനെ എക്സ് ആക്സിസ് നമ്മൾ കൺവേർട്ട് ടു ഫ്രീക്വൻസി ഒമേഗ എന്ന് പറയും. അതിനാണ് നമ്മൾ പറയുന്നത് ഫ്രീക്വൻസി ഡൊമൈൻ എന്ന് പറയും. ഫ്രീക്വൻസി ഡൊമൈൻ. ഓക്കെ. അപ്പം ടൈം ഡൊമൈനിലുള്ള സിഗ്നലിനെ ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ വേവ് ഫോം ആയിരിക്കും കിട്ടുക. ഇപ്പോൾ നമുക്കൊരു ഇമ്പൾസ് കണക്കൊരു വേവ് ഫോമാണ് കാണിക്കുന്നത്. അങ്ങനെ വേറൊരു വേവ് ഫോം ആയിരിക്കും കിട്ടുക. അപ്പം എന്തിനാണ് ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ സിമ്പിൾസ് അല്ലെങ്കിൽ സിസ്റ്റം അനലൈസ് ചെയ്യുമ്പോൾ കൂടുതൽ എളുപ്പം ഫ്രീക്വൻസി ഡൊമൈനിലുള്ള അനാലിസിസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ടൈം ഡൊമൈൻ സിഗ്നലിനെ ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ലോഗരിതം പഠിച്ചിട്ടുണ്ടല്ലോ. ലോഗരിതം എടുത്തു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണ്? ഇപ്പം രണ്ട് സംഖ്യകളൊന്നും മൾട്ടിപ്ലൈ ചെയ്യുന്നു, എ ഇൻറ്റു ബി. ഇതിൻ്റെ ലോഗ് എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. എന്നുവെച്ചാൽ അഡിഷനിലോട്ട് മാറി. അതായത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്ഥാനം ലോഗ് എടുത്തപ്പോൾ അഡിഷനിലോട്ട് മാറി. മൾട്ടിപ്ലിക്കേഷനെക്കാട്ടിയും കുറച്ചുകൂടി സിമ്പിളാണ് അഡിഷൻ. അപ്പം അതുപോലെ വേറൊരു ഡൊമൈനിലോട്ട് മാറ്റുവാണ്. ടൈം ഡൊമൈനിലുള്ളതിനെ ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് മാറ്റുവാണ്. മാറ്റുമ്പോഴെന്താ പറ്റുക? മാറ്റുമ്പോൾ നമ്മുടെ അനാലിസിസ് കുറച്ച് എളുപ്പമായിരിക്കും. അപ്പം ഏതൊരു സിഗ്നൽ, ടൈം ഡൊമൈനിലുള്ള ഏതൊരു സിഗ്നലിനെ നമുക്ക് ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് കാണിക്കാം. ഫ്രീക്വൻസി ഡൊമൈൻ ആകുമ്പം അതിൻ്റെ വേരിയിങ് പാരാമീറ്റർ ഒമേഗ, അതായത് ഫ്രീക്വൻസി എന്ന് പറയും. അപ്പം അത്തരത്തിൽ ഉള്ള പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ. ഇനി നോർമലി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു സിഗ്നലിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കണ്ടിന്യൂസ് സിഗ്നൽ ഉണ്ട്, നോൺ കണ്ടിന്യൂസ് ഉണ്ട്. കണ്ടിന്യൂസ് സിഗ്നലിനെയാണ് നമ്മൾ പറയുന്നത് കണ്ടിന്യൂസ് സിഗ്നൽ എന്ന് പറയും. നോൺ കണ്ടിന്യൂസ് സിഗ്നലിനെ പറയുന്നത് ഡിസ്ക്രീറ്റ് സിഗ്നൽ എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഇവിടെ ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഫോറിയർ സീരീസ് എന്തിന് യൂസ് ചെയ്യുന്നു? ഫോറിയർ സീരീസ് യൂസ് ചെയ്യുന്നത് പീരിയോഡിക് ആയിട്ടുള്ള സിഗ്നൽസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പീരിയോഡിക് ആയിട്ടുള്ള സിഗ്നൽസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോറിയർ സീരീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഫോറിയർ സീരീസിന് രണ്ട് തരത്തിലാണ് മെയിൻലി ഉള്ളത്. ട്രിഗ്നോമെട്രിക് ഫോറിയർ സീരീസും ഉണ്ട്, എക്സ്പോണൻഷ്യൽ ഫോറിയർ സീരീസും ഉണ്ട്. ഇപ്പോൾ പീരിയോഡിക് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പം ഒരു സിഗ്നൽ എക്സ് ഓഫ് ടി എന്ന് ഞാൻ അതിനെ റെപ്രസെൻ്റ് ചെയ്യുവാണെങ്കിൽ എക്സ് ഓഫ് ടിയുടെ വാല്യൂ തന്നെ ആയിരിക്കും എക്സ് ഓഫ് ടി മൈനസ് ടി. അതായത് സിഗ്നലിനെ വേറെ ടി ഇസ് ദ ടൈം പീരീഡ്. സിഗ്നലിനെ ഒരു ടൈം ഷിഫ്റ്റ് ചെയ്താലും അതിൻ്റെ വാല്യൂവിന് മാറ്റമൊന്നും വരത്തില്ല. അതിനെയാണ് നമ്മൾ പീരിയോഡിക് സിഗ്നൽ എന്ന് പറയുന്നത്. ഇപ്പം ഇതൊരു സിഗ്നൽ എന്ന് വിചാരിക്കുക. ഇത് എക്സ് ഓഫ് ടി ആണ്. ഇതിൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും വരും. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ടൈം പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, ടി, ക്യാപിറ്റൽ ടി. അപ്പം ഇവിടം തൊട്ട് ഇവിടം വരെ ഇതിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്തെന്നിരിക്കട്ടെ. അതായത് ഈ ആക്സിസ് കുറച്ച് ഇങ്ങോട്ടാക്കി ഷിഫ്റ്റിംഗ് നടത്തി.
നേരത്തെ ഇവിടെ ആയിരുന്ന ആക്സിസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താ പറ്റുക? അപ്പോഴും അതേ വേവ് ഫോം തന്നെ അല്ലേ. ഇനി ഇവിടെ നിന്നുള്ള ഷിഫ്റ്റിങ് അങ്ങോട്ടാക്കിയാലോ, ആക്സിസ് ഇവിടെ ആക്കിയാലോ, എന്നാലും വ്യത്യാസമൊന്നുമില്ല, അതേ സൈൻ വേവ് തന്നെയാണ്. അപ്പോൾ അതായത് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി മൈനസ് ടി. ഇത്തരം വേവ് ഫോംസിനെ നമ്മൾ പറയുന്ന പേരാണ് പീരിയോഡിക് വേവ് ഫോംസ് എന്ന് പറയും. പീരിയോഡിക് വേവ് ഫോംസ്. പീരിയോഡിക് വേവ് ഫോംസിൻ്റെ കൺവേർഷൻ, പീരിയോഡിക് വേവ് ഫോംസിനെ, ഇതിപ്പോൾ ഒരു പീരിയോഡിക് വേവ് ഫോം വിത്ത് ഡൊമൈൻ ടൈം ആണ്. ഇതിനെ കൺവേർട്ട് ചെയ്യുന്നു ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യും. ഈ ആക്സിസ് ഒമേഗ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഫൊറിയർ സീരീസ്. അതെന്താണെന്ന് പറയാം. ഫൊറിയർ സീരീസിന് രണ്ട് തരത്തിലുണ്ട്, ട്രിഗ്നോമെട്രിക് ഫൊറിയർ സീരീസ് ആൻഡ് എക്സ്പോണൻഷ്യൽ ഫൊറിയർ സീരീസ്. അപ്പോൾ അതിലാദ്യമേ നമ്മൾ ട്രിഗ്നോമെട്രിക് ഫൊറിയർ സീരീസ് എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പോണൻഷ്യൽ ഫൊറിയർ സീരീസിന്റെ റെപ്രസെന്റേഷൻ പറഞ്ഞായിരുന്നു. ഇന്ന് ട്രിഗ്നോമെട്രിക് ഫൊറിയർ സീരീസ് എന്താണെന്ന് നോക്കാം. ഇപ്പം എഫ് ഓഫ് ടി എന്ന് പറഞ്ഞിട്ടൊരു സിഗ്നൽ ഉണ്ടെന്നിരിക്കട്ടെ. എഫ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു A0 പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an cos omega cos n omega 0t plus bn sin n omega 0t ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ an എന്ന് പറയുന്നതും bn എന്ന് പറയുന്നതും ബിഎൻ Fourier coefficients ആണ്. Fourier coefficients where an and bn are Fourier coefficient and a0 is the DC component. a0 is the DC component. അതായത് നമുക്ക് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞൊരു വേവ് ഫോം ഉണ്ട്. അത് പീരിയോഡിക് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനൊരു വേവ് ഫോം ഉണ്ടെന്നിരിക്കട്ടെ, ഇങ്ങനൊരു വേവ് ഫോം. അപ്പോൾ ഇതിൻ്റെ ഈ ആക്സിസ് ടൈമാണ്, ഈ ആക്സിസ് ആംപ്ലിറ്റ്യൂഡാണ് എന്നിരിക്കട്ടെ. അപ്പോൾ ഇത് നമുക്ക് ഫിഗർ നോക്കിയാൽ അറിയാം ഇത് പീരിയോഡിക് ആണെന്ന് മനസ്സിലായി. ഈ വേവ് ഫോം പീരിയോഡിക് ആണ്. ഇതിനെ സൈൻസിൻ്റെയും കൊസൈൻസിൻ്റെയും സമ്മുള്ള ടേംസ്, സൈൻ ടേംസിൻ്റെയും കൊസൈൻ ടേംസിൻ്റെയും സം ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യും. അതായത് ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യും. അതിനുള്ള മാത്തമെറ്റിക്കൽ ഇക്വേഷൻ ആണ് ഇത്. ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫോമാറ്റിൽ കിട്ടും. ഈ ഒരു ഫോമാറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് എന്തൊക്കെയുള്ളത്? കോസ് ടേംസ്, സൈൻ ടേംസ് ആൻഡ് എ ഡി സി ടേം. കോസ് ടേം, സൈൻ ടേം ആൻഡ് എ ഡി സി ടേം. ഇനി ഈ റിലേഷനകത്ത് നമുക്ക് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം, a0 എന്ന് പറഞ്ഞാൽ 1/t ഇൻ്റഗ്രൽ -t/2 to +t/2, അതായത് ഒരു പീരീഡിൻ്റെ ടൈം ഇൻട്രോൽ. -t/t to +t/2 എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു പീരീഡ് 0 to t എന്ന് പറയുന്നത്. ഒന്നുമില്ല നമുക്ക് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ -t/2 to +t/2 എന്ന് എടുക്കാം, അല്ലെങ്കിൽ 0 to t എന്ന് എടുക്കാം. എന്നിട്ട് ആ ഫംഗ്ഷൻ എക്സ് ഓഫ് ടി അതുകൊണ്ട് ഈ വാല്യൂ എക്സ് ഓഫ് ടി കോസ് ഒമേഗ 0t dt കോസ് n അല്ലേ. a0 എന്ന് പറഞ്ഞുകൊണ്ട് n എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ കോസ് 0 എന്ന് പറഞ്ഞാൽ എന്ത് വരും? കോസ് 0 1 ആണ്. അപ്പോൾ a0യുടെ വാല്യൂ ഇങ്ങനെ വരും. ഇൻ്റഗ്രൽ 1/t ഇൻ്റഗ്രൽ എക്സ് ഓഫ് ടി dt ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് a0 കിട്ടും. പിന്നെ an കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഈ എഴുതിയിരിക്കുന്നത്. an കണ്ടുപിടിക്കാൻ 1/t ഇൻ്റഗ്രൽ -t/t to +t/2 എക്സ് ഓഫ് ടി കോസ് n ഒമേഗ 0t dt. അതാണ് an. അതുപോലെ തന്നെ bn-ൻ്റെയും വാല്യൂ ഓർത്തിരിക്കുക. അപ്പോൾ bn-നകത്ത് നമുക്കുള്ളത് സൈൻ ടൈംസ് ആയിരിക്കും, an-നകത്ത് നമുക്കുള്ളത് കൊസൈൻ ടൈംസ് ആയിരിക്കും. ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ എഴുതുന്ന ഇതിനാണ് നമ്മൾ ഫോറിയർ സീരീസ്, ട്രിഗ്നോമെട്രിക് ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ സിഗ്നൽ, ഓഫ് എ പീരിയോഡിക് സിഗ്നൽ എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. പീരിയോഡിക് സിഗ്നലിനെ മാത്രമേ നമുക്ക് ഫോറിയർ സീരീസ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ? അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. അതായത് ഒരു വേവ് ഫോം തന്നിട്ടുണ്ടാവും. ആ വേവ് ഫോമിനെ എങ്ങനെ സൈൻ ടൈംസിൻ്റെയും
കോസൈൻ ടേംസിൻ്റെയും ഡി സി കമ്പൗണ്ടിൻ്റെയും അഡിഷനായിട്ട് എഴുതും. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.